ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് തദ്രീബു തിലാവയിലെ അദ്ദറസു സാനി അഷ്റ 12ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇതിൽ പഠിക്കുന്ന അക്ഷരം റ ആണ്. അപ്പം നമുക്ക് എന്താണ് ഇവിടെ ചിത്രം തന്നത്? വാൾ, മതിലല്ലേ? വാളിന് അറബിയിൽ റദം. എന്താണ്? റദം. റദം മനസ്സിലാക്കുക. വാൾ. നെക്സ്റ്റ് എന്താ ഇവിടെ വന്നത്? റഹ്ബുൻ. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട് റാഇൻ്റെ കാര്യത്തിൽ. റാ റൂ റീ പറയൂല, രി എന്നാണ് പറയേണ്ടത്. അപ്പം അത് റാഇനെ കുറിച്ച് തജ്വീദ് നിയമത്തിൽ തഫീം ചെയ്യുക, തർക്കീക്ക് ചെയ്യുക എന്നൊക്കെ ഉണ്ട്. കനപ്പിച്ച് പറയുക റോ റൂ, റാ റൂ എന്നത് കനപ്പിച്ച് പറയണം. രി എന്നത് നേർപ്പിച്ച് പറയണം. റ് എന്നതും കനപ്പിച്ച് വായ നിറയെ ശബ്ദമുണ്ടാകുന്ന വിധം ഫത്തഹോ ലമ്മ സുക്കൂനോ വന്നാൽ നമുക്ക് പറയാം. എന്നാൽ സുക്കൂന് വരുന്ന ചില സന്ദർഭങ്ങൾ, അതായത് അവസാനിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ നേർപ്പിച്ചാണ് പറയുക. ഒരു വേർഡ്സൊക്കെ അവസാനിക്കുന്ന സ്ഥലത്താണ് സുക്കൂനുള്ള റാ വന്നൊക്കെ. അപ്പോൾ തജ്വീദ് പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആക്കി പഠിക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ റാ റൂ റീ എന്ന് പറയരുത്, തെറ്റിപ്പഠിച്ചു പോകരുത്. രി അറബി മലയാളമാണ്, നമുക്ക് റീ പറയാം. ഇത് അറബിയാണ്. അപ്പം റിദ് ഒൻ, റഹ്ബുൻ, റുത്തുബുൻ, റിദ് ഒൻ മനസ്സിലാക്കുക. ബർദുൻ, റാ റൂ റീ റുൻ, ബർ. റാ എന്ന് നമ്മൾ മലയാളം പറയുന്ന പോലെയല്ല, ഒരു ചെരിഞ്ഞിട്ട് അക്ഷരത്തിന് ചെരിവ് കൊടുക്കണം. റോ, അതായത് റോ എന്നതിലേക്കുള്ള റാ എന്നതും റോ എന്നതിലേക്കുള്ള ഒരു ചെരിവ് റോ മനസ്സിലാക്കുക. അപ്പോൾ റോ റൂ രി റുൻ, ബർ. ഹറാറൻ, ഖുറൂറുൻ, ജരീരിൻ, മനസ്സിലാക്കുക. അപ്പോൾ കസറ വരുമ്പോൾ ഉള്ള ഉച്ചാരണം നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി റാ എഴുതുന്ന രീതി നന്നായി മനസ്സിലാക്കി ഇവിടെ ഈ ആരോമാർക്കുമിലൂടെ നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക. റാ എന്താണ്? റാ ഉച്ചാരണം റാ മനസ്സിലാക്കുക. അടുത്ത നക്ര വായിക്കാനാണ്. ഇപ്പം റാ വരുന്ന വേർഡ്സുകളാണ്, നമുക്ക് വായിക്കാം. റബബുൻ, റുജ്ഹുൻ, റിദ്ഉൻ, തുർബുൻ, അറാദ, റാഇനെ നീട്ടുന്നു, അറാദ, ബുറൂദുൻ, തുരീദു, ഹർബുൻ, റുത്ബുൻ, റിബ്ഹുൻ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ വായിച്ച് കൊടുക്കാനുള്ളതാണ് ഉസ്താദിന്. അപ്പോൾ ഉസ്താദ് ഇവിടെയൊക്കെ മാർക്ക് ഇട്ടരും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ. അടുത്ത എന്താണ്? നക്തഷിഫു റാ മിനൽ ഖുർആനിലെ ചെറിയ കുറച്ച് ആയത്തുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ റാ വന്നത് മനസ്സിലാക്കാം. വ ഇലാ റബ്ബിക റ, ഫർ ഒബ് റ്, പിന്നെ മിൻ അംരിഹി രി, യുസ്രാ റാ മനസ്സിലാക്കുക. അടുത്തതാ ഫഅരിൽ രി, പിന്നെ ഫസല്ലി ലിറബ്ബിക റ, ലിറബ്ബിക, പിന്നെ വൻഹർ മനസ്സിലാക്കുക. ഇത്രയും റാകളാണ് അതിൽ വന്നത് മനസ്സിലാക്കുക. പിന്നെ എന്താണ്? നക്റഉൽ ഖുർആനിൽ നിന്ന് ചെറിയ വേർഡ്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വായിക്കാം. എന്താണ്? അർബാബൻ,
അർബാബൻ ജറാദുൻ ജറാദുൻ തുരീദു തുരീദു. മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ തദ്രീബാത്തിൽ നോക്കാം. ദഫ്തർ തോലിബിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ദഫ്തർ തോലിബിൽ റദും റദും വാൾ മനസ്സിലാക്കുക. റദും. ഇവിടെ താഴെ തന്ന റാഗുകൾക്ക് നിറം നൽകണം. അപ്പോൾ ഇവിടെ 3 നിറത്തിലാണ് ഇത് എഴുതിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നിറം തന്നെ അതിന് നൽകാം. ബ്ലൂ, റെഡ്, ഗ്രീന്. അപ്പോൾ ആ 3 നിറങ്ങൾ നമുക്കവിടെ നൽകാം. ഇനി താഴെ നർസും മുകളിലൂടെ ഈ ഡോട്ടുമിലൂടെ ഇങ്ങനെ എഴുതി നമുക്ക് റാ പ്രാക്ടീസ് ആക്കാം. മനസ്സിലാക്കുക. റാ നസിൽ. ഇനി ഇവിടെ യോജിച്ചത് ചേർത്ത് കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ച കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. എന്തായിരുന്നു ഈച്ചക്ക് എന്തായിരുന്നു നമ്മൾ ഫ്ലൈ എന്തായിരുന്നു പറഞ്ഞത്? ദുബാബ് അല്ലേ. അപ്പോൾ നമുക്ക് ദുബാബിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ വാള് അതിപ്പോൾ നമ്മൾ പഠിച്ച ഈ പാടാണ് അല്ലേ. എന്തായിരുന്നു? റാദും. അപ്പോൾ അതിലേക്ക് നമുക്ക് മാച്ച് ചെയ്യാം. ഇനി ഇവിടെ ഹെന്ന് എന്തായിരുന്നു? ദജാജ. അപ്പോൾ അതിലേക്കും മാച്ച് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. ഞാൻ വെറുതെ പറയുകയായിരിക്കും, എന്നാലും മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? നുറക്കിബുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ ചേർത്ത് എഴുതി കൊടുക്കണം. ഹറജ. അപ്പോൾ അതിവിടെ ഹും ജീമൊക്കെ എങ്ങനെ വരികയെന്ന് അറിയില്ല. ചേർത്ത് എഴുതുമ്പം തുടക്കത്തിലുള്ള ഹും അവസാനിക്കുമ്പോൾ റാ അയിമിലൂടെ എഴുതും. ഹയിലൂടെ. അപ്പോൾ റാമിലൂടെ നമ്മൾ ജീമ് എഴുതൂല അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ അവസാനത്തിൽ ഹറജ എഴുതി കൊടുക്കുക. അതുപോലെ ബർദുൻ. ബർദുൻ റാമിലൂടെ ഒരു അക്ഷരവും നമ്മൾ ചേർത്ത് എഴുതൂല. അപ്പോൾ ഇത് ബാവും റാവും ചേർക്കുക. അവസാനത്തെ ദാല് അതുപോലെ തന്നെ എഴുതുക. പിന്നെ ജബറുൻ. ജബറുൻ. അപ്പം പിന്നെ നമുക്കിത് 3 ചേർത്ത് എഴുതാൻ പറ്റും. റാ അവസാനത്തിലാണ്. മനസ്സിലാക്കുക. പിന്നെ റാ ബ ബുൻ. അപ്പോൾ റാ തനിച്ചെഴുതുക. 2 ബാ ചേർത്ത് എഴുതി കൊടുക്കുക. റാ ബ ബുൻ. അങ്ങനെ മനസ്സിലാക്കുക. ഇനി നുക്കുമിൽ താഴെയുള്ളത് വിട്ട ഭാഗം പൂരിപ്പിക്കണം. അലിഫ്, ബാ, താ, സാ, ജീമ്, ഹ, പുള്ളിയുള്ള ഹ, ഹ. പിന്നെ ദാല്, പുള്ളിയുള്ള ദാല്. പിന്നെ നമുക്ക് റാ എഴുതാം. അപ്പോൾ ഇവിടെ ഓർഡർ പ്രകാരം എഴുതുകയാണെങ്കിൽ അലിഫ് കഴിഞ്ഞാൽ ബാ, ബാ കഴിഞ്ഞാൽ താ, താ കഴിഞ്ഞാൽ സാ, സാ കഴിഞ്ഞാൽ ജീമ്, ജീമ് കഴിഞ്ഞാൽ ഹ, ഹ. ഇത് ഇവിടേക്കായിരുന്നു വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്താണ്? ഹ, പുള്ളിയുള്ള ഹ എഴുതി കൊടുക്കാം. പിന്നെ ഈ ദാല് ഫസ്റ്റ് വന്നിട്ടാണ് പിന്നെ പുള്ളിയുള്ള ദാല് എഴുതുക. അപ്പോൾ ഇവിടെ പുള്ളിയുള്ള ദാല് നമുക്ക് എഴുതി കൊടുക്കാം. പിന്നെ ദാല്. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ പഠിച്ച റാ മനസ്സിലാക്കുക. റാ. അപ്പോൾ അലിഫ്, ബാ, താ, സാ, ജീമ്, ഹ, ഹ, ദാല്, ദാല്, റാ. അപ്പോൾ അങ്ങനെ നമുക്കവിടെ പൂർത്തിയാക്കി കൊടുക്കാം. ഇനി എന്താ നക്തൂബ് താഴെ ഉള്ളത് താഴോട്ട് എഴുതുക. 1, 2, 3, 4 കള്ളികളുണ്ട്. അപ്പോൾ നമുക്ക് വായിച്ചിട്ട് അതിങ്ങനെ എഴുതി കൊടുക്കാം. എന്താണ്? സബത്ത, സബത്ത, സബത്ത. പിന്നെ ജഹദ, ജഹദ, ജഹദ. താഴോട്ടൊക്കെ എഴുതട്ട പറഞ്ഞിട്ട്. അടുത്തതോ ദബഹ, ദബഹ, ദബഹ. അടുത്തതോ ബറുദ, ബറുദ, ബറുദ. സബത്ത, ജഹദ, ദബഹ, ബറുദ. അപ്പോൾ അതൊക്കെ എഴുതാം. ഇനി താഴെ ഇവിടെ ഒരു നുൻഷിദ് പാട്ടാണ് അല്ലേ. പാട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? റൗണ്ടിൽ വരച്ച നമുക്കൊന്ന് ആദ്യം വയ്ക്കാം. റബ്ബ്, റബ്ബ്. അപ്പോൾ അത് ഗ്രീന് കളറാണ് അല്ലേ, പച്ച. അപ്പോൾ അതിൽ നമുക്കെന്താ പാട്ട് ഇവിടെ ഒന്ന്? പച്ച നിറത്തിലെ റാ അല്ലേ, പച്ച നിറത്തിലെ റാ അല്ലേ നീ, പടച്ച റബ്ബിലെ റാ അല്ലേ. അതെവിടെ റബ്ബ് എന്ന് വന്നതുകൊണ്ട് പച്ച നിറത്തിലെ റാ അല്ലേ,
പടച്ച റബ്ബിലെ റ അല്ലേ. ഓക്കെ. അടുത്ത റസൂൽ. റസൂൽ ഇത് നീല കളറാണ്, ബ്ലൂ. അപ്പോൾ ഇവിടെ എന്താ? നീല നിറത്തിലെ റ അല്ലേ നീ, മുത്ത് റസൂലിലെ റ അല്ലേ. നീല നിറത്തിലെ റ അല്ലേ നീ, മുത്ത് റസൂലിലെ റ അല്ലേ. ഒന്നും കൂടെ പാടാം. പച്ച നിറത്തിലെ റ അല്ലേ നീ, പടച്ച റബ്ബിലെ റ അല്ലേ. നീല നിറത്തിലെ റ അല്ലേ നീ, മുത്ത് റസൂലിലെ റ അല്ലേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എല്ലാവരും പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാം. ഇത്രയാണ് 12ാമത്തെ പാഠത്തിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.